ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ലോർഡ്. നമ്മുടെ ജോഷുവയുടെ കൂടെയാണല്ലോ നമ്മുടെ യാത്ര. ദൈവത്തിൻ ജനങ്ങൾ ഒന്നായി ചേർന്ന സ്വാതന്ത്ര്യത്തിനാഘോഷത്തിമർപ്പിൽ, ദൈവത്തിൻ ജനങ്ങൾ ഒന്നായി ചേർന്ന സ്വാതന്ത്ര്യത്തിനാഘോഷത്തിമർപ്പിൽ, സന്തോഷമായി സമാധാനമായി ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തിടുമ്പോൾ, സന്തോഷമായി സമാധാനമായി ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തിടുമ്പോൾ, ദൈവത്തിൻ ജനങ്ങൾ ഒന്നായി ചേർന്ന സ്വാതന്ത്ര്യത്തിനാഘോഷത്തിമർപ്പിൽ, ഹല്ലേലൂയ. ദൈവത്തിൻ ജനങ്ങൾ ഒന്നായി ചേർന്ന സന്തോഷത്തിനാഘോഷത്തിമർപ്പിൽ, ഇസ്രായേലിൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദേശത്തെ ഉറ്റുനോക്കാൻ കൽപ്പനയായി. ഇസ്രായേലിൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദേശത്തെ ഉറ്റുനോക്കാൻ കൽപ്പനയായി. യോർദാൻ കടന്നു അവർ യാത്രയായി, ദേശത്തിലുള്ളതു കണ്ടറിയുവാൻ. യോർദാൻ കടന്നു അവർ യാത്രയായി, ദേശത്തിലുള്ളതു കണ്ടറിയുവാൻ. ദൈവത്തിൻ ജനങ്ങൾ ഒന്നായി ചേർന്ന സ്വാതന്ത്ര്യത്തിനാഘോഷത്തിമർപ്പിൽ, ഹല്ലേലൂയ. ദൈവത്തിൻ ജനങ്ങൾ ഒന്നായി ചേർന്ന സ്വാതന്ത്ര്യത്തിനാഘോഷത്തിമർപ്പിൽ, വാഗ്ദത്ത നാട്ടിൽ കടന്നു ചെന്നവർ ശത്രുക്കൾ നടുവിൽ അകപ്പെട്ടപ്പോൾ. വാഗ്ദത്ത നാട്ടിൽ കടന്നു ചെന്നവർ ശത്രുക്കൾ നടുവിൽ അകപ്പെട്ടപ്പോൾ, രക്ഷകിയായവൾ എഴുന്നേറ്റു വന്നു, തൻ്റെ വീട്ടിൻ മുകളിൽ അവരെ ഒളിപ്പിച്ചു. രക്ഷകിയായവൾ എഴുന്നേറ്റു വന്നു, തൻ്റെ വീട്ടിൻ മുകളിൽ അവരെ ഒളിപ്പിച്ചു. ദൈവത്തിൻ ജനങ്ങൾ ഒന്നായി ചേർന്ന സ്വാതന്ത്ര്യത്തിനാഘോഷത്തിമർപ്പിൽ, ഹല്ലേലൂയ. ദൈവത്തിൻ ജനങ്ങൾ ഒന്നായി ചേർന്ന സന്തോഷത്തിനാഘോഷത്തിമർപ്പിൽ. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായമാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. യോശുവ പറയാണ്, നിങ്ങൾ പോയി ദേശവും എരിഹോ പട്ടണവും നോക്കി വരുവിൻ എന്ന് പറഞ്ഞ് 2 ഒറ്റുകാരെ അയച്ചു. ഒറ്റുകാർ യോശുവയെ അനുസരിച്ചില്ലെങ്കിലോ, അവർക്ക് പോകാൻ ഭയമായിരുന്നെങ്കിലോ, എങ്കിൽ ജനത്തെ ആ ദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ദൈവത്തിൻ്റെ അത്യത്ഭുതമായ പദ്ധതി അവർ കൂടി നടപ്പാകില്ലായിരുന്നു, അല്ലേ? കൂട്ടുകാരെ, മാതാപിതാക്കളും ടീച്ചേഴ്സും പറയുന്നത് നാം അനുസരിക്കണമെന്നത് എത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. ദൈവവചനമായ ബൈബിൾ പറയുന്നതും അത് ചെയ്യുന്നതും അതനുസരിക്കുന്നതൊക്കെ അതിനും പ്രധാനമേറിയ കാര്യമാണെന്ന് മനസ്സിലാക്കണം. ഒറ്റുകാർ എരിഹോവിലെത്തിയപ്പോൾ പട്ടണത്തിന് ചുറ്റും വലിയ ഒരു മതിൽ അവർ കണ്ടു. ചില ആളുകൾ മതിൽമേലുള്ള വീടുകളിൽ പാർക്കുന്നതുമായും അവർ കണ്ടു. ഏതായാലും തങ്ങൾ ആരെന്നും എന്തിനാണ് വന്നതെന്നും അവിടുത്തുകാരോട് ഒറ്റുകാർ പറഞ്ഞില്ല. അവർ മതിലിലുള്ള ഒരു വീട്ടിൽ രാത്രി താമസിക്കാൻ അവർ ചെന്നു. രാഘാവ് എന്ന പേരുള്ളൊരു വേശ്യയുടെ വീട്ടിലാണ് അവർ ചെന്നത്. അവിടെ അവർ പാർത്തു. രാഘാവ് ഇസ്രായേൽ ജനത്തെപ്പറ്റി കേട്ടിരുന്നു. ഈ വന്നവർ ഒറ്റുകാരാണ് എന്ന് അവൾ സംശയിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശം ഒറ്റുനോക്കുവാൻ വന്നിരിക്കുന്നു എന്ന വിവരം ഇവരെ പട്ടണത്തിൽ കണ്ട മറ്റു ചിലർ രാജാവിനെ അറിയിച്ചു. എരിഹോ രാജാവ് രാഘാവിൻ്റെ അടുക്കൽ ആളയച്ചു. അവർ അവളോട് പറഞ്ഞു, നിന്റെ അടുക്കൽ വന്നിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരുവീൻ, അവർ ദേശം ഒറ്റുനോക്കുവാൻ വന്നു. പെട്ടെന്ന് അവരെ വീടിന് മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് രാഘാവ് പറഞ്ഞു, അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നു, പക്ഷേ എവിടെ നിന്ന് വന്നവർ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇരുട്ടായപ്പോൾ അവർ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പുറപ്പെട്ടു പോയി. എവിടേക്കെന്ന് ഞാൻ അറിയുന്നില്ല. വേഗത്തിൽ പിന്നാലെ ചെല്ലുവേൻ, അവരെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു.
ആ ആളുകൾ യോർദാനിലേക്കുള്ള വഴിയായി ആ കടവുകൾ വരെ അവരെ തിരിഞ്ഞു ചെന്നു. എന്നിട്ട് അവർ തിരിഞ്ഞു ചെന്നവർ പുറപ്പെട്ട് ഉടനെ പട്ടണവാതിൽ അടച്ചു. പ്രിയ കൂട്ടുകാരെ, രാഘാവ് എന്താണ് ചെയ്തത്? അതെ, അവൾ കള്ളം പറഞ്ഞു അല്ലേ? ഒറ്റുകാരെ രക്ഷിക്കാൻ രാഘാവ് കള്ളം പറയേണ്ടിയിരുന്നോ? വേണ്ടായിരുന്നു അല്ലേ? രാഘാവ് രാജാവിൻ്റെ ആളുകളെ വീട്ടിനുള്ളിലേക്ക് പരിശോധിക്കാൻ വിട്ടിരുന്നെങ്കിലും അവരെ കാണില്ലായിരുന്നു അല്ലേ? ഒറ്റുകാരെ രക്ഷിക്കാൻ ദൈവത്തിന് രാഘാവിൻ്റെ കള്ള ആവശ്യമില്ലായിരുന്നു. ദൈവം അവരെ ഭദ്രമായി സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ രാജാവിൻ്റെ ആൾക്കാർ വീട് മുഴുവൻ പരിശോധിച്ചു. മുകളിൽ നോക്കിയാലും ചണത്തിൻ്റെ അടിയിൽ നോക്കുന്ന കാര്യം ചിന്തിക്കുകയില്ലായിരുന്നു. രാജാവിൻ്റെ ആളുകൾ പോയി കഴിഞ്ഞ ശേഷം ഒറ്റുകാർ ഇരിക്കുന്നിടത്തേക്ക് രാഘാബ് ചെന്നു. അവരോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യം അവൾക്ക് പറയാനുണ്ടായിരുന്നു. രാഘാവ് പറഞ്ഞു, എനിക്കറിയാം ദൈവം ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദേശത്തിലെല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ചെങ്കടൽ വിഭാഗിച്ചതും ഉണങ്ങിയ നിലത്തോടുകൂടി അവരെ നടത്തിയതും അവർ കേട്ടിട്ടുണ്ട്. ജനത്തിന് ധൈര്യം കെട്ടുപോയി. ഇത് കേട്ട മാത്രമല്ലേ ധൈര്യം കെട്ടുപോയിരിക്കുകയാണ് എന്ന് അവരോട് പറഞ്ഞു. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവം ആകുന്നു എന്ന് രാഘാവ് പറഞ്ഞു. അതുകൊണ്ട് എന്നോടും എൻ്റെ പിതൃഭവനത്തോടും ദയ കാണിക്കണമേ എന്ന് അവൾ പറഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വാക്യം അത് തന്നെയാണ്. യോശുവ 2:11. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. യോശുവ 2:11. ദൈവത്തിൻ ജനങ്ങളൊന്നായി ചേർന്ന് സന്തോഷത്തിനാഘോഷത്തിമർപ്പിൽ ഹല്ലേലൂയ. ദൈവത്തിൻ ജനങ്ങളൊന്നായി ചേർന്ന് സ്വാതന്ത്ര്യത്തിനാഘോഷത്തിമർപ്പിൽ. God bless you.